ഇതക്കളി ഈ ഫോട്ടോയിൽ നിനക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കിയേ. മന്ത്രി പിന്നെ പിന്നെതോ മന്ത്രിയുടെ അടുത്ത് വേറെ ആരുണ്ടെന്ന് നോക്ക്. കണ്ണോണം നോക്കടി. ഡാഡി ഇത് നോക്കടി തക്കം. മന്ത്രിയുടെ അടുത്ത് ആരാ ഇരിക്കണേ നോക്കിയാ നീ. ചുമ്മാ കളിക്കുന്ന മന്ത്രി. ഇത് സ്റ്റേഡിയം ഉദ്ഘാടനം ഉണ്ടായിരുന്നല്ലോ ഇന്നലെ. എന്റെ പരിപാടി ഞാൻ മന്ത്രിയുടെ തൊട്ടിപ്പുറം ഇരിക്കണ. ചുമ്മാ വെറുതെ മന്ത്രിക്ക് പേടി ഒറ്റയ്ക്ക് ഭയങ്കര വേദന. അത് നീ പറഞ്ഞില്ലേ ഈ കൈയുടെ കുഴയായിട്ട് വരും. തൂക്കെടുക്കൊക്കെ ചെയ്താൽ മതി. ചൂലെടുത്തിട്ട് അങ്ങോട്ട് തിരുമ്മി കൊടുക്കടി. ജലദോഷേ. വെയിലത്തിറങ്ങി എന്നിട്ട് ഓരോ ജോലിയും ചെയ്ത് വിയർത്തിട്ട് ജലദോഷം വരും. ഇച്ചിരി ആവി കൊള്ളേ വിക്സൊക്കെ എടുത്തിട്ട് ചെയ്യും. ഇനി എന്നെ ഡോക്ടറെ കാണാൻ പോണം. ചിലവുണ്ടാകാം. കണ്ണിൽ കുരു കയറിയിരിക്കുവന്നോ? എന്ത് മൂക്കുത്തി 3 മണി തൂങ്ങി കിടക്കണോ? കൊള്ളാവോ? ഇങ്ങനെ ആടും ക്ലീറ്റോ? ഇത് എത്ര രൂപ? ഏത് ഫാൻസി വളയും മേടിച്ചാ? എടി ഈ ഫാൻസി വളയൊക്കെ മേടിച്ചിട്ട് ഇത് കയ്യിൽ ചൊറിച്ചിൽ വരുമടി. ഫാൻസിയോ? ഇതോ ഫാൻസി ഒന്നും അല്ല, സ്വർണം. സത്യം? അമ്മ മേടിച്ചെന്നാ? അമ്മല്ല, എന്റെ ക്ലീറ്റോ. തമാശ കളിക്കല്ലേ? സത്യം, ക്ലീറ്റോ മേടിച്ചെന്നതാ. ഞാൻ വെച്ചിരുന്ന പൈസ അതന്നെ. 50,000 രൂപ. അത് ഞാൻ അതെടുത്തിട്ട് 1.5 പവന്റെ വള മേടിച്ചു, ഒരു മൂക്കുത്തി മേടിച്ചു, 5-6 സാരി മേടിച്ചു. നീ കളിക്കരുത് തങ്കം. അത് എനിക്ക് പ്രസിഡന്റ് കണക്കേൽപ്പിക്കാനുള്ള പൈസ ആണ്. പിന്നെ എല്ലാ കണക്കും അങ്ങ് ക്ലീറ്റോ ഏൽപ്പിക്കാൻ. നിന്റെ അടുത്ത് ആര് പറഞ്ഞു എടുത്ത് മേടിക്കാൻ? എന്തിനു ക്ലീറ്റോ പേടിക്കണേ? നമുക്ക് കള്ളക്കണക്ക് എഴുതാൻ അറിയാം. ഞാൻ ആ പെണ്ണുങ്ങൾ എഴുതപ്പോ ഒരു ഗമയ്ക്ക് പറഞ്ഞത് അതെടുത്ത് ചെലവാക്കിക്കുന്നു. നിന്റെ അടുത്ത് എടുക്കാൻ ആര് പറഞ്ഞു? ഊരിക്ക് തങ്കം. ഊരി കളിക്കരുത്. അത് ഊരി അത് വിറ്റിട്ട് കാശായാലും കൊണ്ട് വെക്കണം. അത് അയ്യേ, മേടിച്ചത് ഞാൻ വിൽക്കൂല തങ്കം. നീ അതെ മൂക്കുത്തി ഉണങ്ങി നീ വെച്ചു, പക്ഷെ ആ വള ഊര്. ഒരു രക്ഷയില്ല, ഇതെനിക്ക് വേണം. തങ്കം നീ എന്തോന്ന് ക്ലീറ്റോ? ഒരു 50,000 രൂപയ്ക്ക് വേണ്ടി ഇത്ര മാത്രം കിടന്ന് മരിക്കുന്ന എന്തിനാണ്? 50,000 രൂപ പാർട്ടിയിലെ ഓരോരുത്തരുടെ പൈസ ആണത്. അതിനകത്ത് 10,000-3,000 രൂപ ബാക്കിയുണ്ട്. 3,000 രൂപ ബാക്കി പൈസ എടുത്ത് 2 കൊലുസൂടെ വാങ്ങിച്ചിടാൻ. ഇതിൽ എനിക്ക് നല്ല കൊതിയുണ്ടായി. നല്ല മണി പോലത്തെ ഒരു കൊലുസ് അവിടെ ഉണ്ടായിരുന്ന ക്ലീറ്റോ. ഒരു കാര്യം ചെയ്യും, അടുത്ത വർഷത്തെ വരിസംഖ്യ വേഗം തരാൻ പറ, നമുക്ക് അതുകൊണ്ട് മേടിക്കാം. നീ കളിക്കല്ലേ, നീ കളിക്കരുത് തങ്കം. ഇത് കളിയൊന്നുമല്ല, ഇത് പ്രശ്നമാണ്. പാർട്ടിയിൽ എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എന്റെ ക്ലീറ്റോ ഇങ്ങനെ പേടിക്കേണ്ടത്. എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ട്. സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു കണ്ടവന്റെ പൈസ എടുത്ത് ചെലവാക്കുമ്പോ ഇത്ര സുഖം ഉണ്ടെന്നുള്ളത്. മതി തമാശാളി കൂടണ വേണ്ട. അടുത്തൊരു ചമ്മലുള്ളൂ, അത് കഴിയുമ്പോ എല്ലാം ഓക്കെ ആയി. ഫോണ് ആ ചേച്ചി പറഞ്ഞോ? ഓ പിന്നെ നാളെ നമ്മളിവിടെ കൂടും. എന്ത് കുഴപ്പം? ഭക്ഷണത്തിന്റെ കാര്യം ഒന്നും നിങ്ങൾ അറിയണ്ട, തങ്കമല്ലേ ഏറ്റത്. പിന്നെ രാവിലെ പോര്, ഒരു 9:30. ഒരു 9:30 ആകുമ്പോ പോര്. ആ ശരി. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. ഫുള്ള് ചെലവ് എൻ്റെ വക. ശരി ലീറ്റോ. നാളെ ഞങ്ങൾ ഇവിടെ ഒരു മീറ്റിംഗ് കൊടുത്തിട്ട്, മീറ്റിംഗ് ഒന്നുമല്ല, എന്താണ് ഈ കൂട്ടുകാരൊക്കെ കൂടുന്നതെന്ന് പറയണത്, ആ സാധനം അത് അവിടെ ചേരാൻ പോണതേ. അപ്പോൾ അവർക്ക് ചിക്കനൊക്കെ വേണമെന്ന് പറഞ്ഞു. നമ്മളായിട്ട് എന്ത് കുറയ്ക്കാൻ കൊള്ളോ? നമ്മളിങ്ങനെ ഒരു നല്ല ഇതിനകത്തൊക്കെ നിൽക്കുമ്പോഴത്തേനും മട്ടൻ മേടിച്ചോ കേട്ടോ, ഒരു 4 കിലോ മട്ടൻ മേടിച്ചോ. മട്ടൻ മാത്രം ആക്കണ്ടടി, എന്നെ കൂടെ വെട്ടി അതിലിട്ട് കൂടറി അവളുമാർക്ക് തിന്നട്ടെ. അമ്മമാർക്ക് കഴുതിറച്ചിയൊന്നും വലിയ താല്പര്യമില്ല. കിടക്കും മോനെ, അമ്മയ്ക്ക് രാവിലെ റെഡിയാവാനുള്ളതാ. അല്ല, ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കറങ്ങാൻ പോകുന്നുണ്ട്. നീ സ്കൂൾ വിട്ട് കഴിയുമ്പോഴത്തേനും ജമന്തി മാമ്പയുടെ എടുത്തിരുന്നോ കേട്ടോ. കിടക്കടി വേണ്ട, എന്തോന്ന് നോക്കി നിൽക്കുന്നത്. ക്ലീറ്റോ ടെൻഷൻ ആവണ്ടെന്ന്. പൈസ ചോദിച്ച പ്രസിഡന്റിനോട് നുണ പറയാനാണ് പാട്. നിന്റെ കാല് പിടിക്കാം. പിന്നെ ഈ വള കിട്ടിയ പ്രശ്നം തീരും. അപ്പൊ സാരി ഒന്നും തിരിച്ചെടുക്കുവോ കടയില്? സാരിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ മതിയെന്ന്, ഞാൻ കൂടെ നിക്കാന്ന്.
അല്ലെങ്കിൽ ക്ലീറ്റോ ഒരു കാര്യം ചെയ്യും, സുരേന്ദ്രൻ മുതലാളിനോട് ഒരു 50,000 രൂപ മേടിക്കുക, 30,000 രൂപ നിങ്ങൾ എടുക്കുക, 20,000 രൂപ എനിക്കിതാ. എനിക്ക് പൈസ വരാനുണ്ട്, വരുമ്പോ തരാം. പിന്നെ നീ എന്തോന്ന് കിടന്നുറങ്ങുവേണ്ണേ?